പര്യവേഷണ സാധ്യതകൾ തേടണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ച് വിജ്ഞാപനമിറങ്ങിയതോടെ മന്ത്രിമാർ രാവിലെ മുതൽ മന്ത്രാലയങ്ങളിലെത്തി. സൗത്ത് ബ്ലോക്കിലെത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഇന്നാദ്യം ചുമതലയേറ്റത്. പിന്നാലെ അമിത്ഷാ, അശ്വിനി വൈഷ്ണവ്, ഭൂപേന്ദ്ര യാദവ്, നിർമ്മല സീതാരാമൻ, JP നദ്ദ തുടങ്ങിയ പ്രധാന ക്യാബിനറ്റ് മന്ത്രിമാരും ഓഫീസിലെത്തി. ദേശീയ പോലീസ് സ്മാരകം സന്ദർശിച്ച ശേഷമാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചുമതലയേറ്റത്. മന്ത്രിസ്ഥാനം സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് 10:30 സുരേഷ് ഗോപിയും അധികാരമേറ്റു. പെട്രോളിയം മന്ത്രാലയത്തിലെത്തിയ ശേഷമാണ് ടൂറിസം മന്ത്രാലയത്തിലെത്തിയത്. ഇന്നത്തെ സ്റ്റാറ്റസ് കോ എന്തോ അതിൽ നിന്ന് പുതിയ ഒരു സ്റ്റാറ്റസ് കോ ഒരു 5 വർഷത്തിനുള്ളിൽ സെറ്റ് ചെയ്യാൻ സാധിക്കണം. എവിടെയൊക്കെയാണ് അൺടാപ്ഡ് ഏരിയാസ്, പുതിയ ഒരു ടൂറിസം രുചി നൽകാൻ പറ്റുന്ന ഇതുവരെ തൊടാത്ത മേഖലകളേത്, അത് അന്വേഷിക്കും. സിനിമാ തിരക്കും മന്ത്രി ചുമതലയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ക്രമീകരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ എന്നിവരുമായി ചർച്ച ചെയ്യുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. ന്യൂനപക്ഷകാര്യ വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ ഉച്ചയ്ക്കാണ് പദവിയേറ്റത്. കേന്ദ്ര സർക്കാർ 100 ദിന കർമ്മ പരിപാടി നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഈ കർമ്മ പദ്ധതി അനുസരിച്ചാകും ആദ്യ നാളുകളിൽ മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ. റിപ്പോർട്ടർ.